നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധനയിൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. വള്ളത്തിലുണ്ടായിരുന്നത് അയല ഇനത്തിൽപ്പെട്ട മത്സ്യം. സുഹൃത്തിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ആസാം സ്വദേശി 33 വയസ്സുകാരൻ രാജു ബരാലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് 2 അലമാരകളിൽ നിന്നായി പണം കവർന്നു. വാക്കത്തി ഉപയോഗിച്ച് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നിട്ടുണ്ട്. കൂടാതെ മേശവലിപ്പുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ മാള പോലീസിൽ പരാതി നൽകി. കരയിലും കടലിലും മാത്രമല്ല ആകാശത്തിലും നിരീക്ഷണവുമായി പോലീസ്. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവും സംഘവുമാണ് ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയത്. ചാലക്കുടിയിലെ ഹെലിപാഡിൽ നിന്നും ആരംഭിച്ച ആകാശ നിരീക്ഷണം അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരപ്രദേശം ചുറ്റി 1.5 മണിക്കൂറിന് ശേഷം അവസാനിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ MK ഷാജി എന്നിവരും ആകാശ നിരീക്ഷണത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധനയിൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച ബാദുഷ എന്ന പേരിലുള്ള മത്സ്യബന്ധന വള്ളമാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അഴീക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശി ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം. 14 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള 100 കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. FEO രേഷ്മ, FO സന ഡോൺ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ER ഷിനിൽകുമാർ, VN പ്രശാന്ത് കുമാർ, VM ഷൈബു, C റെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ്, പ്രമോദ്, നിഷാദ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അഴീക്കോട് സുഹൃത്തിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ആസാം സ്വദേശി 33 വയസ്സുകാരൻ രാജു ബരാലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സുഹൃത്തും ആസാം സ്വദേശിയുമായ 41-കാരൻ ബിപുൽ ചുതിയയ്ക്കാണ് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ 26-ാം തീയതി രാത്രിയിലായിരുന്നു സംഭവം. അഴീക്കോട് ഗ്രീൻ പ്ലാസ ഐസ് കമ്പനിയിലെ തൊഴിലാളികളായ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഐസ് ബ്ലോക്ക് വലിക്കുന്ന ഇരുമ്പ് കൊത്തിക്കൊണ്ടായിരുന്നു ആക്രമണം. പ്രതിയെ അഴീക്കോട് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. SI-മാരായ അഭിലാഷ്, സെബിൻ, ASI-മാരായ തോമസ്, ഗോപകുമാർ, CPO-മാരായ ജാക്സൺ, ജിജിൻ ജെയിംസ്, സുമേഷ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുമൊത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാരൂരിൽ പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ച സുഹൃത്തുക്കൾ. 5 ഏക്കർ കൃഷിയിടത്തിലാണ് ഇവർ ഓണത്തിന് വരവേൽക്കാൻ പൂക്കളുടെ വസന്തം ഒരുക്കിയിരിക്കുന്നത്. വിളവെടുക്കുന്ന പൂക്കൾ സമീപ പ്രദേശങ്ങളായ മാള, അഷ്ടമിച്ചിറ, ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ഓണപ്പൂക്കളിൽ പ്രധാന പുഷ്പങ്ങളാണ് ചെണ്ടുമല്ലിയും ജമന്തിയും. ഇവയാണ് 5 ഏക്കർ സ്ഥലത്ത് സുഹൃത്തുക്കളായ വടക്കുംചേരി ജിൻസൺ വർഗീസ്, പുന്നേലിപ്പറമ്പിൽ ജെഫ്രിൻ പോളി എന്നിവർ കൃഷി ചെയ്തിരിക്കുന്നത്.
കാരൂരിൽ 2 ഇടങ്ങളിലായാണ് പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ജൂലൈ 3-നാണ് തൈകൾ നട്ടത്. 35-ാം ദിവസം മുട്ടിട്ടു. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. ദിവസവും പുലർച്ചെ പൂക്കളുടെ പരിപാലനത്തിനായി 2 പേരും കൃഷിയിടത്തിലെത്തും. ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച പൂക്കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. കൃഷിക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും ഇവരുടെ കുടുംബവും ഒപ്പമുണ്ട്. ബിസിനസ് നടത്തുന്ന സുഹൃത്തുക്കൾ കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് വിവിധ കൃഷികൾ ചെയ്യുന്നത്. വാഴ, കപ്പ, പയർ, പൊട്ടുവെള്ളരി, കുക്കുംബർ, തണ്ണിമത്തൻ എന്നിവയും ഇവയിൽപ്പെടും. സീസൺ ആകുമ്പോഴാണ് പൂക്കൃഷിയിലേക്ക് കടക്കുക. വിളവെടുപ്പ് കഴിഞ്ഞാൽ അവിടെ പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ എന്നിവ ചെയ്യുകയാണ് പതിവ്. വിളവെടുക്കുന്ന പൂക്കൾ സമീപ പ്രദേശങ്ങളായ മാള, അഷ്ടമിച്ചിറ, ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. അത്തം മുതൽ പൂവിൽപ്പന സജീവമാക്കാനാണ് സുഹൃത്തുക്കളുടെ തീരുമാനം. കൂടാതെ കൃഷിയിടത്തിന് സമീപം സ്റ്റാൾ ഇട്ടുകൊണ്ടുള്ള വിപണനവും ലക്ഷ്യമിടുന്നുണ്ട്. മീഡിയ ടൈം മാള. പ്രധാന വാർത്തകൾ വീണ്ടും. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധനയിൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. വള്ളത്തിലുണ്ടായിരുന്നത് അയല ഇനത്തിൽപ്പെട്ട മത്സ്യം. സുഹൃത്തിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ആസാം സ്വദേശി 33 വയസ്സുകാരൻ രാജു ബരാലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.